വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ട്യൂണീഷ്യ. പിന്നെ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ്. പ്രത്യേകിച്ച് അമല, അർഫാസ്, ഇതിന്റെ DOP, ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി. ഒരു നല്ല സൗഹൃദം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ആസിഫിക്ക് ഇപ്പോൾ ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് BCom ടാക്സേഷനിലെ ആര്യ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ആസിഫിക്ക. ഓക്കെ ബോയ്സ്, അപ്പൊ താങ്ക് യു. ഞാൻ ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ നിന്ന്. പ്ലീസ് കത്ത് മ്യൂസിക്, ആ മ്യൂസിക് ഒന്ന് കണ്ടു പ്ലീസ്. എന്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ട് ഒരുപാട് നന്ദി. ഐ ഓൺ യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ഒരു ബാക്കപ്പും ഇല്ലാതെ, സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ ഇവിടെ വന്ന് ഇത്രയും കൈയടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു.